കൂടുതൽ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ സജീവമാക്കി ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാറിന്റെ അമ്മ ആശാതായ് പവാറിന്റെ പ്രതികരണം. തന്റെ മകനും അമ്മാവനായ ശരത് പവാറും തമ്മിലുള്ള പിണക്കം മാറാൻ വിത്തൽ ഭഗവാനോട് പ്രാർത്ഥിച്ചതായാണ് ആശാതായ് പവാർ വെളിപ്പെടുത്തിയത്. പണ്ഡർപൂരിലെ പ്രശസ്തമായ വിത്തൽ രുക്മിണി ക്ഷേത്രം കഴിഞ്ഞ ദിവസം ആശാതായ് പവാർ സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് താൻ പ്രാർത്ഥിച്ചത് എന്താണെന്നും രാഷ്ട്രീയത്തിലെ തന്റെ ആഗ്രഹം എന്താണെന്നും ആശാതായ് വെളിപ്പെടുത്തിയത്. പവാർ കുടുംബത്തിനുള്ളിലെ പിണക്കങ്ങളെല്ലാം അവസാനിക്കാനും അജിത്തും ശരത് പവാറും വീണ്ടും ഒന്നിക്കാനുമായി ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ക്ഷേത്രത്തിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ ആശാതായ് പവാർ പറഞ്ഞത് ഇങ്ങനെയാണ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയെ ഒരുമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന ഊഹാപോഹങ്ങൾക്കിടയിലാണ് ഇവരുടെ പരാമർശം വരുന്നത്. അമ്മാവനായ ശരത് പവാറിന്റെ തണല് പറ്റിയാണ് അജിത് പവാർ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നതും മുന്നോട്ട് പോകുന്നതും. 3 പതിറ്റാണ്ടിലേറെ ശരത് പവാറുമായി ചേർന്ന് പോയതിനൊടുവിൽ 2023 ജൂലൈയിലാണ് തെറ്റിപ്പിരിയുന്നതും മറുകൊണ്ടം ചാടുന്നതും. പാർട്ടിയെ നെടുകെ പിളർത്തി BJPക്കൊപ്പം പോവുകയും ചെയ്തു. ഒപ്പമുള്ളവരെ കൊണ്ടുപോയെന്ന് മാത്രമല്ല NCPക്കാർ നെഞ്ചോട് ചേർത്തിരുന്ന ക്ലോക്ക് എന്ന ചിഹ്നം നഷ്ടമാവുകയും ചെയ്തു. നിയമപോരാട്ടത്തിലൂടെയാണ് അജിത് പവാറിന് തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ക്ലോക്ക് ലഭിച്ചത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരത് പവാറാണ് കരുത്തു കാട്ടിയിരുന്നത്. കാര്യങ്ങൾ ശരത്തിന്റെ വഴിയിലേക്ക് നീങ്ങുന്നു എന്നായിരുന്നു വിലയിരുത്തലുകളും. എന്നാൽ ഇക്കഴിഞ്ഞ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അത്തരം വിലയിരുത്തലുകളെ മൂലക്കിരുത്തി. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPയെ അജിത് പവാർ വൻ പരാജയത്തിലേക്കാണ് തള്ളിവിട്ടത്. ഇതോടെ അജിത്തിനായി മേൽക്കൈ. അതേസമയം ആശാതായ് പവാറിന്റെ പ്രതികരണത്തെ സ്വാഗതം ചെയ്യുകയാണ് NCP അജിത് പവാർ വിഭാഗം. ശരത് പവാർ എന്നും ഞങ്ങൾക്ക് അച്ഛനെ പോലെയാണെന്നാണ് മുതിർന്ന നേതാവ് പ്രഫുൽ പട്ടേൽ പറഞ്ഞത്. ജന്മദിനാശംസകൾ നേരാൻ കഴിഞ്ഞ മാസം ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നുവെന്നും എന്നാൽ അതൊരു രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ലെന്നും പ്രഫുൽ പട്ടേൽ പറഞ്ഞു. വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെങ്കിലും ശരത് പവാറിനെ ഞങ്ങൾ എന്നും ബഹുമാനിച്ചിരുന്നു. പവാർ കുടുംബം വീണ്ടും ഒന്നിച്ചാൽ സന്തോഷമേ ഉള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആശയുടെ പ്രതികരണത്തെ സ്വാഗതം ചെയ്ത് NCP നേതാവും മന്ത്രിയുമായ നർഹരി സെർവാളും രംഗത്തെത്തി. ഇരുവരും പിരിഞ്ഞപ്പോൾ വിഷമം തോന്നിയിരുന്നുവെന്നും ഇനി ഒരുമിച്ചാൽ തന്നെ പോലെയുള്ള പാർട്ടി പ്രവർത്തകർക്ക് ആവേശം പകരുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ആശാതായ് പവാറിന്റെ പ്രസ്താവനകളോടൊപ്പം സംസ്ഥാനത്ത് ഉരുണ്ടുകൂടുന്ന രാഷ്ട്രീയ ചർച്ചകളോടെ ശരത് പവാറോ അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കളോ പ്രതികരിച്ചിട്ടില്ല.